പുതിയ കാൽവെപ്പുമായി ഇടുക്കി ഉപ്പുതറയിലെ ഹരിത കർമ്മസേന ജൈവവള നിർമ്മാണത്തിലൂടെയാണ് ഹരിത കർമ്മസേനാംഗങ്ങൾ നാടിന് മാതൃകയായത്. നിർമ്മാണം പൂർത്തിയായ ജൈവവളം ഇവർ വിപണിയിലെത്തിച്ചു. ജൈവമാലിന്യം സംസ്കരിച്ചാണ് ഇടുക്കി ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നത്. പഞ്ചായത്തിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം സംസ്കരണ കേന്ദ്രത്തിലെത്തിച്ച് ജൈവം, അജൈവം എന്നിങ്ങനെ തരംതിരിച്ച് താമ്പൂർ മൂഴി മോഡൽ പ്ലാന്റിലെ ബിന്നിൽ നിക്ഷേപിച്ച് ഇന്നേക്കുലം ഇട്ടുവെക്കും. 45 ദിവസമാകുമ്പോൾ ജൈവവളമാകും. ഇത് പൊടിച്ച് ചാക്കിൽ നിറച്ചാണ് വിൽപ്പന നടത്തുന്നത്. ഒരു ദിവസം 500 മുതൽ 700 കിലോ വരെ ജൈവമാലിന്യം ലഭിക്കുന്നു. ഇതുപയോഗിച്ച് 2 രീതിയിലുള്ള ജൈവവളമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. പഞ്ചായത്തിൽ നിന്നുള്ള ടൗൺ കേന്ദ്രീകരിച്ചുള്ള ഫുഡ് മാലിന്യങ്ങൾ അതിനെ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു വളം, ജൈവവളമായിട്ട് മറ്റു മാലിന്യക്കൂട്ടൊന്നും ഇല്ലാതെ സമ്പൂർണ്ണ ജൈവവളമായിട്ട് വിപണിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഹരിതകർമ്മസേനയുടെ ലക്ഷ്യം. ഹരിതകർമ്മസേനയുടെ ഒരു സംരംഭമായിട്ട് മികച്ച രീതിയിൽ അത് പ്രവർത്തനം ആരംഭിച്ച് 1 വർഷത്തിന് മുൻപ് പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് അത് വളമായിട്ട് വിപണിയിലെത്തിയിരിക്കുകയാണ്. സോയിൽ ക്യൂർ എന്നും സോയിൽ ക്യൂർ പ്ലസ് എന്ന രീതിയിലും 2 രീതിയിലാണ് വളം വിപണിയിലെത്തുന്നത്. പഞ്ചായത്തിന്റെ ധനസഹായവും സഹകരണമുള്ളതിനാലാണ് ജൈവവള നിർമ്മാണം വിജയിപ്പിക്കാനായത്. ഹരിതകർമ്മ സേനാംഗം അനിത ബിനുവിന്റെയും ഡാലിയ സുനിലിന്റെയും നേതൃത്വത്തിലാണ് ജൈവവള നിർമ്മാണം പുരോഗമിക്കുന്നത്. 1 വർഷം മുൻപാണ് ജൈവവള നിർമ്മാണം ആരംഭിച്ചത്. ഇപ്പോൾ മികച്ച വരുമാനവും ലഭിക്കുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.